നമസ്കാരം സുലോചന ടീച്ചർ. നമസ്കാരം. ധർമ്മടം ഹാർട്ട് ബീറ്റ് എന്ന യൂട്യൂബ് ചാനലിന് വേണ്ടി ടീച്ചറുടെ ഈ ചിത്രകലയുടെ വഴികൾ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. സന്തോഷം. അപ്പോൾ ആദ്യത്തെ ചോദ്യം, സുലോചന കെ ഇ എങ്ങനെ സുലോചന മാഹിയായി എന്ന് പറയാമോ? ജീവിത വഴിയിൽ പകച്ചു നിന്ന സമയത്ത് വർണ്ണങ്ങളായിരുന്നു എനിക്ക് കൂട്ടായി വന്നത്, അല്ലെങ്കിൽ ഞാൻ വർണ്ണങ്ങളെ കൂട്ടായി പിടിച്ചു എന്ന് പറയാം. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ വെളിച്ചം പകർന്ന വർണ്ണത്തിനെ സമൂഹത്തിന് വേണ്ടി കൊടുക്കാൻ പോയപ്പോൾ ആദ്യമായി നൽകിയത് കണ്ണൂർ സെൻട്രൽ ജയിലിലായിരുന്നു എൻ്റെ കാരുണ്യ പ്രവർത്തനം. ഏത് കാലത്ത്? 2014 ആ വർഷത്തിൽ. അങ്ങനെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ എത്തിയപ്പോഴായിരുന്നു അവിടുത്തെ അന്നത്തെ സൂപ്രണ്ടായിരുന്ന അശോകൻ അരിപ്പ സാറ് പറഞ്ഞു, സുലോചന മാഹി എന്ന രീതിയിൽ നിങ്ങൾ അറിയപ്പെടട്ടെ, ഞങ്ങളുടെ എല്ലാ പരിപാടിയിലും സുലോചന മാഹി എന്നാണ് കൊടുക്കുന്നത് എന്ന് പറഞ്ഞു. അന്ന് മുതലാണ് സുലോചന കെ ഇ സുലോചന മാഹിയായി. മാഹി സ്വദേശിനിയാണല്ലോ അല്ലേ? അതെ, മാഹി പള്ളൂരാണല്ലോ. സ്പിന്നിങ് മില്ലിൻ്റെ സമീപത്താണ് എൻ്റെ വീട്. പഠനത്തിൽ ഈ മാഹി സ്കൂളിൽ തന്നെ ആയിരിക്കുമല്ലോ പഠിച്ചിട്ടുണ്ടോ? ഞാൻ എൻ്റെ ബാല്യകാല വിദ്യാഭ്യാസം ഞങ്ങളുടെ തറവാട് സ്കൂളായ കൊള്ളുമ്പൽ ജൂനിയർ ബേസിക് സ്കൂൾ പെരിങ്ങാടി, അതിനുശേഷം ഞാൻ പള്ളൂർ ഗേൾസ് ഹൈസ്കൂളാണ് പഠിച്ചത്. ദെൻ മാഹി കോളേജിലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലുമായിട്ടാണ് എൻ്റെ വിദ്യാഭ്യാസം. ആ സമയത്ത് തന്നെ ചിത്രം ഇല്ല, ആ സമയത്ത് എനിക്ക് ചിത്രം വരയ്ക്കാൻ പറ്റും അല്ലെങ്കിൽ ഒരു ചിത്രകാരി എന്ന നിലയിലൊന്നും ഞാൻ ഉണ്ടായിരുന്നില്ല. പക്ഷെ നന്നായി റെക്കോർഡ്സ് വരയ്ക്കുമായിരുന്നു. ഞാൻ 2011 മലയാള കലാഗ്രാമത്തിൽ ചേരുന്നത്. അതാണ് ചിത്രകലാ പഠനയുടെ തുടക്കം. അതെ, അവിടുന്ന് മുതലാണ് ചുമർ ചിത്രം. അവിടെ ആരാ ഗുരു? അവിടെ KR ബാബു സാറായിരുന്നു ഞാനടങ്ങുന്ന ടീമിൻ്റെയൊക്കെ ഗുരുനാഥനായിരുന്നത്. എൻ്റെ ഒരു 38ാമത്തെ വയസ്സിലാണ് ഞാൻ ചിത്രരചന തുടങ്ങുന്നത് തന്നെ. ശരി. ഈ ചിത്രരചനയെ കാരുണ്യ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെടുത്തിയല്ലോ. അതെ. ആ തോന്നൽ എപ്പോഴാണ് വന്നത്? വ്യക്തമാക്കാവോ കുറച്ചുകൂടെ? തീർച്ചയായിട്ടും. എൻ്റെ ദാമ്പത്യ ജീവിതം തന്നെയാണ്. ഞാനും എൻ്റെ മോളും സുപ്രഭാതത്തിൽ ആരോരുമില്ലാതെ ആയി മാറ്റപ്പെടുകയും കല്യാണം കഴിച്ച വ്യക്തിയാൽ ചതിക്കപ്പെടുകയും ചെയ്ത സാഹചര്യത്തിൽ പിന്നീട് ഞാൻ ഭാരം പോലെ തോന്നുന്ന ഒരു ജീവിതമായിരിക്കും പെൺകുട്ടികളുടേതെന്ന്. അപ്പം അവിടെ നിന്ന് മാറണം എന്നുള്ള എൻ്റെ ഒരു തോന്നൽ. മോള് വലുത് എത്ര പ്രായം ഉണ്ടായിരുന്നു? എൻ്റെ മോൾക്കപ്പം 9 വയസ്സുണ്ടായിരുന്നു. 9 വയസ്സ് പ്രായത്തിൽ. ആശ്രയ വിമൻസ് വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ അതിനെ ഒന്ന് പ്രേക്ഷകർക്ക് വേണ്ടി പരിചയപ്പെടുത്താവോ? അതെ, ഞാൻ സമൂഹത്തിൽ വിദ്യാഭ്യാസം ജീവിതത്തിനെ എന്താ പറയുക ശക്തിപ്പെടുത്താൻ പറ്റാതായിപ്പോയ ഒരുപാട് പേര് നമുക്ക് ചുറ്റിലും നമ്മൾ കാണപ്പെടുന്നതാണ്. ഞാനതിനൊരു ഉദാഹരണം തന്നെയാണ്. വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും എവിടെയും എത്തിപ്പെടാൻ പറ്റാതെ നിൽക്കുന്ന ഒരവസ്ഥയിൽ അത്തരത്തിലുള്ള സ്ത്രീകളെ കൂട്ടുപിടിച്ചുകൊണ്ട് സ്വയം തൊഴിലിലൂടെ, അതേ തൊഴിൽ ഏതായാലും സ്വാഭിമാനം സംരക്ഷിക്കുന്ന തൊഴിലുകളിലൂടെ മുന്നേറാൻ വേണ്ടിയിട്ടുള്ള ഒരു മാധ്യമം മാത്രമാണ് ആശ്രയ വിമൻസ് വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റി. പക്ഷേ സൊസൈറ്റി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് എല്ലാവരുടെ മനസ്സിലും രാഷ്ട്രീയം കടന്നു വന്നേക്കാം. ഞങ്ങളുടെ സൊസൈറ്റിക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും മുഖം ഇതുവരെ ഇല്ല. സ്ത്രീകൾ തന്നെ അത് തയ്യലിലൂടെ, ചിത്രരചനയിലൂടെ, പേപ്പർ ബാഗ് നിർമ്മാണത്തിലൂടെ, റെഡിമെയ്ഡ് വസ്ത്രനിർമ്മാണം, പരിശീലനം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. ഇതിലേക്കുള്ള എൻട്രി മാഹിക്കാർ മാത്രം അല്ലേ? കേരളം അങ്ങനെയില്ല. കാരണം എന്താ പറയുക, ജീവിത കഷ്ടപ്പാടുകൾ ദേശവും അതിർത്തിയും വെച്ചിട്ടൊന്നും അല്ലല്ലോ. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഐഡൻറ്റിറ്റി കാർഡ് തരപ്പെടുത്തി കൊടുക്കുന്നതിലും അതിലൂടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് കിട്ടിക്കൊണ്ട് ഇവിടെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ഓരോ ജില്ലകളായിട്ടും സ്റ്റേറ്റിനെ പല വിഭാഗമാക്കിയൊക്കെ മാറ്റിയിട്ടുണ്ട്. കേരളത്തിലുള്ളവർക്ക് തൃശ്ശൂർ ബേസ് ആയിട്ടാണ് കാര്യങ്ങൾ. കേരളത്തിലുള്ളവർക്ക് ഇവിടെ ട്രെയിനിങ് കൊടുക്കും. അതിൻ്റെ കീഴിൽ മാടപ്പിടിക ഒരു ഉഷസ് ഉണ്ട്, അതും സ്ത്രീ ശാക്തീകരണ കേന്ദ്രമാണ്. അപ്പം അവിടെ വെച്ചിട്ട് ജനങ്ങൾക്ക് ഇതിൻ്റെ പഠനങ്ങളും ഈ തരത്തിലുള്ള കാര്യങ്ങളും ചെയ്തു കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അവിടെ ഇതുവരെ സാധ്യമായിട്ടില്ല. മാഹിയിൽ 3 തവണ ക്യാമ്പ് കഴിഞ്ഞു. സ്റ്റൈഫൻഡോട് കൂടിയിട്ട് ജനങ്ങൾക്ക് സഹായം ഇവിടുന്ന് കിട്ടിത്തുടങ്ങിയിട്ടുണ്ട്. ചിത്രകല ആണോ മെയിൻ? അല്ല മറ്റു സംഭവങ്ങൾ? ഇപ്പം തയ്യൽ എന്ന് പറഞ്ഞു. അതെ, തയ്യലിന് ഇവിടെ പരിശീലനം കൊടുക്കുകയാണ്. ഞാനൊരു ഫാഷൻ ഡിസൈനിങ് ഒക്കെ കഴിഞ്ഞ ഒരാളാണ്. അതിൻ്റെ ഒരു ധൈര്യത്തിലാണ് എനിക്ക് കൈകടത്താൻ പറ്റിയ മേഖലകളിൽ കൂടെ മാത്രമേ ഞാൻ സഞ്ചരിക്കുന്നുള്ളൂ എന്നുള്ളതാണ്. അപ്പം തയ്യൽ കേന്ദ്രീകൃതമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും അതിനെ മുന്നോട്ട് നയിക്കാനും എൻ്റെ അറിവ് എന്നെ
പ്രാപ്തയാക്കുന്നത് കൊണ്ടാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഫാബ്രിക് പെയിന്റിങ്. ഇപ്പൊ ഓണം വരികയാണ്, ഇവിടെ തൂക്കിയിട്ട് അതാണ്. അതെ, ഇപ്പോൾ ഓണം വരികയാണ്. അതിനനുസരിച്ചിട്ട് കുറച്ച് പേര് അതിന് തയ്യാറാവുന്നുണ്ട്. ഓർഡർ കിട്ടിയിട്ടാണ് ചെയ്യുന്നത് അല്ല നമ്മൾ? അതെ, കുറേ ഓർഡേഴ്സ് കിട്ടിയിട്ടുണ്ട്. ബാക്കി ഇനി കിട്ടുന്ന ഓർഡറിനെ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് തയ്യാറാക്കി വെക്കുന്നു. ഇതേ ചിത്രങ്ങൾ, ഇതേ ചിത്രരചന രീതി ഇത് തന്നെ. പിന്നെ ആവശ്യക്കാരൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് അവർക്ക് എന്താണോ, ചില പേര് രാധാകൃഷ്ണൻ വേണം എന്നൊക്കെ പറയും, അല്ല ചുമർ ചിത്രത്തിൽ ഏതെങ്കിലും ചെറിയ മോട്ടീവ്. പിന്നെ അവരുടെ കയ്യിലുള്ള സാമ്പത്തിക സ്ഥിതിയും അതിനൊരു ഘടകമാണല്ലോ. ചുമർ ചിത്രത്തിന് ഇത്തിരി റേറ്റ് കൂടുതലാണല്ലോ. പിന്നെ ചോദിക്കാനുള്ള ഇതേപോലെ തന്നെ മറ്റൊരു കാര്യം പ്രവർത്തനം, മലബാർ ക്യാൻസർ സെന്ററിൽ ടീച്ചർ ക്ലാസ് എടുക്കാൻ. അതെ, അത് പിന്നെ ഞാൻ ജയിലിൽ ഏകദേശം 4.5 വർഷം അവിടെയുള്ള അന്തേവാസികൾക്കൊപ്പം. അത് ആദ്യം പറയാം. ജയിൽ വകുപ്പിന് ചിത്രം സമ്മാനിക്കാൻ പോയ സമയത്താണ് സൂപ്രണ്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു ആഗ്രഹം പറയുന്നത്. ഞങ്ങളുടെ കുട്ടികൾ, അതിന്റെ തീം ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്ന് പറഞ്ഞാൽ 3 മതങ്ങളും ഒന്നിച്ചു നിൽക്കുമ്പോൾ ജയിലിന് അവിടെ ജോലിയില്ല. അത് അന്നത്തെ കൃഷിമന്ത്രി KP മോഹനൻ സാറും പിന്നെ അന്ന് സിനിമാ നടനായ സുരേഷ് ഗോപി അവർകളും ചേർന്നിട്ടാണ്. ഇന്ന് അദ്ദേഹം MP ആണ്. അദ്ദേഹമാണ് മിഴി തുറന്ന് നാടിന് സമർപ്പിച്ചത്. അപ്പം അവർക്ക് ജയിൽ വകുപ്പിന് 1 രൂപ ചെലവില്ല. റബ്ബർ മുതൽ ഇങ്ങോട്ട് എല്ലാം ഞാൻ തന്നെ കൊണ്ടേ കൊടുത്ത്. സ്പോൺസേഴ്സ് ഒന്നുമില്ല അന്നേരം, സ്പോൺസേഴ്സ് ഒന്നുമില്ല. സുലോചന ഭാവം ഒരു കലാകാരിയായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു സമയമല്ലേ. അപ്പം ഞാൻ തന്നെ എല്ലാ കാര്യങ്ങളും കൊണ്ടുപോയി കൊടുത്തിട്ട് അവരെ ചിത്രരചനയിലേക്ക് കൂട്ടിക്കൊണ്ടുവരായിരുന്നു. 41 പേരുണ്ടായിരുന്നു ആദ്യം എൻ്റെ കുട്ടികളായിട്ട്. സ്കൂളിൽ നിന്നായിരുന്നു എൻ്റെ ക്ലാസ്. അതിൽ ഇന്നൊരാളെ സ്കൂൾ ടീച്ചറാണ്. അതെ, പുറത്ത് വന്നിട്ട് ജയിൽ ശിക്ഷ കാലാവധിയൊക്കെ കഴിഞ്ഞ് അദ്ദേഹം പുറത്ത് വന്നപ്പോൾ വിദ്യാഭ്യാസം 10ാം ക്ലാസ്സേ ഉള്ളൂ, എങ്കിലും ചിത്രകലാ അധ്യാപകനായിട്ട് ഒരു സ്കൂളിലാണ്. 3.5 വർഷമാണ് ഇവിടെ MCCയിൽ ഉണ്ടായിരുന്നു. അവിടെ ക്യാൻസർ രോഗം മാറിയവരും ആ അവസ്ഥയെ നേരിടുന്നവർ, ജയിക്കാനായി ശ്രമിക്കുന്നവർ, നമുക്ക് അങ്ങനെ പറയാം. കുട്ടികളല്ല, മുതിർന്നവർ, അത്തരത്തിലുള്ളവരും അവരുടെ കൂട്ടിരിപ്പുകാരും. കാരണം ഞാൻ ഇതേപോലെ തന്നെ സതീഷ് ബാലസുബ്രഹ്മണ്യൻ സാറിൻ്റെ മുന്നിലേക്ക് എത്തിയപ്പോൾ ആശുപത്രിയായിട്ട് ബന്ധപ്പെട്ടു. ബാലസുബ്രഹ്മണ്യൻ സാർ എത്ര സമയം ക്ലാസ് എടുക്കായിരുന്നു? അത് ശനിയും ഞായറും. സമയമൊന്നുമില്ല എനിക്ക്. ജയിലും അങ്ങനെ തന്നെയായിരുന്നു. ജയിൽ എന്ന് പറഞ്ഞാൽ രാവിലെ 9, ഞാൻ 10 മണി മുതൽ എത്തിയിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം അവര് അകത്തേക്ക് പോകുന്നവരെ 4 മണി വരെ ജയിലിനകത്തുണ്ടാവും. അത് സൺഡേ, ഞായറാഴ്ച അടക്കം ഞാൻ ഉണ്ടാവുമായിരുന്നു. കാരണം ഞായറാഴ്ചയൊക്കെ ആ സൂപ്രണ്ട് ഉണ്ടാവും. അശോകൻ അരിപ്പ എന്ന സൂപ്രണ്ട് ഞായറാഴ്ചയൊക്കെ വരുന്നതാ. അപ്പം എനിക്ക് ഞായറാഴ്ചയൊക്കെ പോകാനുള്ള പെർമിഷൻ ഉണ്ട്. കാരണം അവർ പറയും എപ്പോഴും കരഞ്ഞുകൊണ്ട് മേലെ നോക്കി കിടക്കലാണ് ഞങ്ങളുടെ ലോകം അതായിരുന്നു. ഇപ്പം ചിത്രം വന്നപ്പോൾ രാത്രിയൊക്കെ ചിത്രം വരക്കും. ഞാൻ ഈ ക്യാൻവാസ് കൊണ്ടേ കൊടുക്കുന്നതല്ലേ, ക്യാൻവാസും കളറും എല്ലാവർക്കും ഇൻഡിവിജ്വലായിട്ട് കൊടുക്കും സ്വന്തം. അപ്പം പിന്നെ അവർക്ക് അവരുടെ സമയത്തിന് വരയ്ക്കാമല്ലോ. അങ്ങനെ ഒരു നല്ലൊരു കാലം അതിനകത്തും. ടീച്ചറെ മകള് ഈ ചിത്രകലയായിട്ട് ബന്ധപ്പെടുത്തി പഠിക്കുമോ? തീർച്ചയായിട്ടും. അവളെയും ചെറുപ്പത്തിലെ പിന്നെ ചിത്രകല കലാഗ്രാമത്തിൽ നിന്ന് തന്നെയാണ്. ചിത്രകലയും നൃത്തവും ഒക്കെ കലാഗ്രാമത്തിൽ നിന്ന് തന്നെയാണ് പഠിപ്പിച്ചത്. ഇപ്പോൾ എൻ്റെ ഒരു വലം കൈയായി കൂടെയുണ്ട്, ഞാൻ പരിചയപ്പെടുത്താം. ശരിക്കുട്ടി ചിത്രരചന മാത്രമല്ല, മോഹിനിയാട്ടമുണ്ട്, ഭരതനാട്യമുണ്ട്, കഥകളിയുണ്ട്, കൂടപ്പാട്ടുമുണ്ട്. ഇപ്പം പുതുതായി സിനിമയിലും കയറിയിട്ടുണ്ട്. രണ്ട് സിനിമയിൽ അഭിനയിച്ചു. ചന്ദ്രകുമാർ സാറിൻ്റെ ഡയറക്ഷനിലാണ്. ചന്ദ്രകുമാർ സാർ. ഏതാ? ഒന്ന് ഇപ്പോൾ റീസെൻ്റായിട്ട് കഴിഞ്ഞത് വേല എന്ന് പറഞ്ഞ മൂവിയാണ്. വേല മലയാളം മൂവി. അതിന് മുന്നേ കഴിഞ്ഞത് ഗീതിക മറാഠി മൂവി. സിനിമ അഭിനയ അനുഭവം ഒന്ന് വിവരിക്കാവോ? ആക്ച്വലി സിനിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുപ്പം മുതലേ ഉള്ള ആഗ്രഹമാണ്. പക്ഷേ ഈ ഫസ്റ്റ് മൂവി എനിക്ക് വന്നത് എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ദിവസവും ലൊക്കേഷനിൽ പോവും, ആക്ടിങ് കഴിഞ്ഞ് തിരിച്ച് റൂമിലേക്ക് വരുമ്പോൾ ഞാൻ അമ്മേനോട്, അമ്മേ നമ്മൾ ശരിക്കും അഭിനയിച്ച് തന്നെയാണോ ഇന്ന്, ഒന്ന് നുള്ളിത്തരുമോ ഒന്ന്. ദിവസം ഒരു വൈകല്യമുള്ള ഒരു കുട്ടിയാണ് അതിൽ പ്രധാന കഥാപാത്രം. പിന്നെയുള്ള വാല്യുബിൾ ആയിട്ടുള്ള ഒരു ടീച്ചർ റോളാണ് വരുന്നത്. പെയിൻറ്റിങ്സിന് വാല്യൂ കൊടുത്തുകൊണ്ട് ഉള്ള ക്രാഫ്റ്റ് പ്രൊഡക്റ്റ് എല്ലാ തരത്തിൽ ജ്വല്ലറീസ്, ടെറാക്കോട്ട, ഷെൽസ്, സീഷെല്ല്, കോക്കനട്ട് ഷെല്ല്, പിന്നെ സാരീസ്, ഓൾ ടൈപ്പ് ഓഫ് ഫാബ്രിക്സ്, ക്യാൻവാസ്, എല്ലാത്തിലും നമ്മളുടെ ആർട്ട്
എക്കോ ഫ്രണ്ട്ലി ആയിട്ട് കൊണ്ടുപോകുന്ന ഒരു വെഞ്ചറാണ്. അപ്പോൾ റെയിൽവേ വരയിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ അത് ഒരുപാട് വലിയ ഏരിയയിൽ വരക്കുന്നുണ്ടല്ലോ. 1800 സ്പോൺസർ ഇല്ലാണ്ട് നടക്കൂലല്ലോ. സ്പോൺസർ ഉണ്ട്. എനിക്ക് മെഡിമിക്സ് ആണ്, മെഡിമിക്സ് സോപ്പ്, ആയുർവേദ സോപ്പ് ഉണ്ടല്ലോ, ശരി. അവരാണ് എനിക്ക് അതിന് സ്പോൺസറായി വന്നിട്ടുള്ളത്.